മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. കോൺഗ്രസിന്റെ സംവിധാൻ ബച്ചാവോ റാലിയുടെ സമാപന സമ്മേളനത്തിലായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. കശ്മീർ ഭീകരാക്രമണം നടന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും പാകിസ്ഥാനെതിരെ കേന്ദ്രം ഒന്നും ചെയ്തില്ലെന്ന് കെ.സി. വേണുഗോപാലും വിമർശിച്ചു. ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും സംരക്ഷണം ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള കോൺഗ്രസിന്റെ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു സംവിധാൻ ബച്ചാവോ റാലി. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിലെ റാലി ഈ പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സമാപന സമ്മേളനത്തിലായിരുന്നു കെ മുരളീധരന്റെ മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപം. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ UDF പദ്ധതിയുടെ ക്രെഡിറ്റ് പിണറായി വിജയൻ കൊണ്ടുപോകുന്നു എന്ന് ആരോപിക്കുന്നതിനിടെയായിരുന്നു പരാമർശം. മുമ്പ് ഒരാൾ വിവാഹം കഴിച്ചു, കുറേ കാലമായിട്ടും കുട്ടികൾ ഉണ്ടാവുന്നില്ല, ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു. അവസാനം ഡോക്ടർമാർ വിധി എഴുതി, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അയാൾ പുറത്തിറങ്ങി വന്നപ്പോൾ അടുത്ത വീട്ടിലത്തെ കുട്ടീനെ കണ്ടു. വാ മോനെ, നിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞ പോലെ UDF സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും സ്വന്തം അക്കൗണ്ടിലാക്കാൻ നോക്കുന്ന പിണറായി വിജയനെ കാണുമ്പോൾ സന്താനോൽപാദന ശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെയാണ് ഇവിടെ ഓർമ്മ വരുന്നത്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ആവശ്യമെങ്കിൽ ഇനിയും പറയുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് കെ.സി. വേണുഗോപാൽ ഉന്നയിച്ചത്. EDയെ BJP പാർട്ടി ഡിപ്പാർട്ട്മെന്റാക്കി മാറ്റിയെന്നും ഭീകരാക്രമണം കഴിഞ്ഞ് 2 ആഴ്ചയായിട്ടും മോദിയുടെയും അമിത്ഷായുടെയും വെടി മാത്രമാണ് പൊട്ടുന്നതെന്നും വേണുഗോപാൽ പരിഹസിച്ചു. ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ മൈക്കിലൂടെയുള്ള ഭീഷണിയും പൊതുയോഗത്തിലുള്ള ഭീഷണിയും അല്ലാതെ എന്തേ കാര്യങ്ങൾ നടക്കാത്തത്. അതുകൊണ്ട് ഇന്ത്യ രാജ്യം ഈസ് വെയിറ്റിംഗ് ഫോർ എൻ ആക്ഷൻ ഫ്രം യു പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ മോഡി. നിങ്ങളുടെ വാക്ക് കൊണ്ടുള്ള വെല്ലുവിളിയല്ല, പ്രവൃത്തി കൊണ്ടുള്ള നടപടിയാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നത്. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നിങ്ങളോടൊപ്പമാണ് പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ. KPCC അധ്യക്ഷൻ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിന്റെ ഭാഗമായി. 24 തിരുവനന്തപുരം.